എല്ലാവരും ശ്രുതിയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉമേഷ് ചേട്ടൻ അത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. ചാരു എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട്. അറിയില്ല എന്ന് പറയുന്നുണ്ട് കുഞ്ഞു. പോയിനീറ്റ് നല്ല പാട്ടാണ്. രമ്യ എന്ന് വിളിക്കുന്നുണ്ട് ചാരു. ഇതെന്തുവാ ചേടാ മെസ്സേജ് അങ്ങോട്ട് മെസ്സേജ് സ്ട്രക്കായി നിൽക്കുന്നുണ്ടല്ലോ ചേടാ. ഓക്കെ ഇപ്പോൾ കറക്റ്റായി. മലയാളം ഒന്ന് വായിക്കാമോ? അവിടെ എനിക്ക് മലയാളത്തിൽ സ്ട്രക്കായി നിൽക്കുന്നു. കുഞ്ഞി അവിടെ മിസൈൽ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് ഉമേഷ് ചേട്ടൻ ഹലോ എന്താ. സുനിൽ ചേട്ടാ നമസ്കാരം. സുനിൽ ചേട്ടൻ വന്നല്ലോ. സുനിൽ ചേട്ടാ നമസ്കാരം. ലൈവിലേക്ക് സ്വാഗതം സുനിൽ ചേട്ടാ. ഈ പാട്ട് ഇഷ്ടം നിന്റെ സ്വരത്തിലൂടെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. കൊള്ളാം ശ്രുതി എന്ന് പറയുന്നുണ്ട് നമ്മുടെ സുനിൽ ചേട്ടൻ. ഉമേഷ് ചേട്ടൻ ഹലോ പറയുന്നുണ്ട്. ഉമേഷ് ചേട്ടാ താങ്ക് യു സോ മച്ച്. ഉമേഷ് ചേട്ടൻ അവിടെ പോയി. ഞങ്ങൾ കുറേ നേരം കൊണ്ട് വിളിച്ചായിരുന്നു ഉമേഷ് ചേട്ടനെ. ഞാൻ ആ മെസ്സേജ് വായിച്ചപ്പം ഉമേഷ് ചേട്ടനെ നോക്കി, പിന്നെ കിട്ടിയില്ല. സൂപ്പർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബത്തേരിക്കാരൻ. ബത്തേരി വാച്ചിങ്ങിനുണ്ടെന്ന് പറയുന്നുണ്ട്. പോലടാ ഐമൂസ് ഹായ് നമസ്കാരം. ലെവലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് ഐമൂസ്? വിത്യാസം സുഖമല്ലേ? ഉമേഷ് ചേട്ടനാണെങ്കിൽ ശ്രുതി ഗുഡ് എന്തോ പറഞ്ഞല്ലോ. മെസ്സേജ് എന്തോ നെറ്റ്വർക്കിൻ്റെ ആണോന്ന് അറിയില്ല. ശ്രുതിക്ക് നല്ല ശ്രുതി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെ ശ്രുതി നന്നായിട്ട് പാടും ബ്രോ. ശ്രുതി നന്നായിട്ട് പാടും. രമ്യ ആണെങ്കിൽ ചാരു കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് ഫൈസൽ 32ാമത്തെ ലൈക്ക് എന്ന് പറഞ്ഞു. താങ്ക് യു മൊത്തം. ഐനൂസ് വന്നല്ലോ. ഇന്നൂസ് ലൈക്ക് 32 എന്ന് പറയുന്നുണ്ട്. ചാരൂസ് ആണെങ്കിൽ താങ്ക് യു എന്ന് പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഐനൂസ്. ഫുഡ് കഴിച്ചു. ഐനൂസ് ഫുഡ് കഴിച്ചോ? എന്താ പറയുക, കഴിച്ചോ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഓക്കെ. അത് കണക്ക് രമ്യ ഇന്നൂസ് എന്ന് പറയുന്നുണ്ട്. റാഫ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഉമേഷ് ചേട്ടനാണെങ്കിൽ എനിക്ക് പാടാൻ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ എത്ര നേരം കൊണ്ട് ഉമേഷ് ചേട്ടാ നിങ്ങളെ വിളിച്ചെന്നറിയാമോ? ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ ശ്രുതി 2 പാട്ട് പാടിയിട്ട് ശ്രുതി താഴോട്ട് ഇറങ്ങും. അപ്പോഴത്തേന് ഉമേഷ് ചേട്ടൻ കയറുക. ഓക്കെ എന്താ ശ്രുതി കീച്ചിക്കോ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ. മുടിയിലെ കോരിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ. അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ. നിനവുകളെഴുതിയതാരേ. അവളെ തരളിതയാക്കിയതാരേ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. മിഴിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. പുലരിതൻ ചുംബന കുങ്കുമമല്ലേ നന്ദിനിയാക്കി. അവളെ പനിനീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. മിഴിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. അടിപൊളി കേട്ടോ. അടിപൊളിയായിട്ട് പാടി കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊക്കെ പാട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് പാടുന്നുണ്ട് കേട്ടോ. സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വോയിസ് ഉണ്ട്, ആ വരികളും നല്ലതാണ് കേട്ടോ. സുനിൽ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ രമ്യ. ആദ്യ കയറി വാടാ. എന്തുണ്ടാ മുത്ത വിശേഷം? സുഖമാണോടാ? ഫുഡൊക്കെ കഴിച്ചോ? ഉമേഷ് ചേട്ടനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ആണോ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഉമേഷ് ചേട്ടാ പോകല്ലേ ഇവിടെ നിൽക്കണേ. എന്താ പറയുക, ശ്യാം ചേട്ടനാണെങ്കിൽ കണ്ണാൻ തുമ്പി പാടാമോ എന്ന് ചോദിക്കുന്നത്. കണ്ണാൻ തുമ്പി പാട്ടറിയാമോ ശ്രുതി? 4 വരെയെങ്ങാണ്ട് അറിയാം. അത് പാടിക്കാം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമേ.